ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിലേക്ക് 1 പിഞ്ച് സോൾട്ട്, ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് തണുക്കാനായിട്ട് വെക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇതിവിടെ നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി ഒരു നൂൽ പരുവം ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒറ്റ നൂൽ പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.